ഗ്രാവിറ്റി ഡാമുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് we have concluded that gravity dam is a structure so proportion that its own weight resist the external forces or external loading. ഈ ഡാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, ആ ഫോഴ്സുകൾ കൊണ്ട് ഈ ഡാം ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡാമിനെ സംരക്ഷിച്ച് നിർത്തുന്നത് അതിൻ്റെ സെൽഫ് വെയ്റ്റ് ആണ്. അങ്ങനെയുള്ള ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാമുകൾ എന്ന് പറയുന്നത്. സോ ഒരു ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വേരിയസ് ഫോഴ്സസ്. ഫസ്റ്റ് വൺ ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ സെൽഫ് വെയ്റ്റ് തന്നെയാണ്. സെൽഫ് വെയ്റ്റ്. ഈ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് അനുസരിച്ചിട്ടാണ്, ഇതിൻ്റെ ഒരു ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്, മാഗ്നിറ്റ്യൂഡ് വരുന്നത്. എനിവേ സെൽഫ് വെയ്റ്റ് വിൽ ആക്ട് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മേജർ ഫോഴ്സ് ആയിട്ടുള്ള ഈ ഇവിടെയുള്ള വാട്ടറിൻ്റെ പ്രഷർ. വാട്ടർ അപ്പോൾ ഫുൾ ഹൈറ്റിലുണ്ടെങ്കിൽ, റിസർവോയറിൽ ഫുൾ ഹൈറ്റിൽ വാട്ടർ ഉണ്ടെങ്കിൽ ദർ വിൽ ബി മോർ വാട്ടർ പ്രഷർ. ഈ വാട്ടർ പ്രഷർ എപ്പോഴും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ഈ ഡാമിനെ പിടിച്ച് തള്ളുന്ന പോലെ, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പുഷ് ചെയ്യുന്ന പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ടർ പ്രഷറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ഇനി മൂന്നാമത്തെ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷർ ബോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷറാണ്. കാരണം ഈ ഡാമിൻ്റെ ബേസിൽ, ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ അടിയിൽ വെള്ളം സീപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും അതിലെ. അപ്പോൾ ആ വാട്ടറിന് ഒരു പ്രഷർ ഉണ്ടാവും ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഇനി അടുത്ത ഫോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് പ്രഷർ ഡ്യൂ ടു എർത്ത്ക്വേക്ക് ആണ്. അത് സീസ്മിക് ഫോഴ്സ് വരുന്ന സമയങ്ങളിൽ മാത്രം എർത്ത്ക്വേക്ക് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇതിൻ്റെ മേജർ കമ്പോണൻറ്റ് വരിക. വെർട്ടിക്കൽ ഡയറക്ഷനിലും ലോഡ് ഉണ്ടാവും, ബട്ട് മേജർ കമ്പോണൻറ്റ് വിൽ ബി ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. പിന്നെയുള്ളത് ഐസിൻ്റെ ഒരു പ്രഷർ വരും. ഐസുള്ള കൺട്രീസിലാണെങ്കിൽ ഐസിൻ്റെ പ്രഷർ, ബിക്കോസ് ഐസ് വെയ്റ്റ് ഓഫ് ഐസ് ഈസ് ഡിഫറെൻറ്റ് ദാൻ വാട്ടർ. ദെൻ വേവിൻ്റെ ഒരു പ്രഷർ വരും. വേവ് തിരമാലകൾ പോലെ ഈ കാറ്റടിച്ചിട്ട് ഇതിനകത്തുള്ള വെള്ളത്തിൽ വേവ്സ് ഉണ്ടാവും. ഈ വേവ്സ് വന്ന് ഇവിടെ നമ്മുടെ ഇതിൻ്റെ വാളിൽ വന്ന് ഇടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. സോ അങ്ങനെ വേവ് പ്രഷറും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി അതർ ഫോഴ്സിനെ അപേക്ഷിച്ച് ചെറുതാണ്. ബട്ട് എനിവേ വി നീഡ് ടു കൺസിഡർ ദോസ് ഫോഴ്സസ് ഇൻ ദ ഡിസൈൻ ഓഫ് ഗ്രാവിറ്റി ഡാം. ദെൻ സിൽറ്റ് പ്രഷർ. ഈ വാട്ടർ പ്രഷർ ഉണ്ടാവുന്ന പോലെ ഈ വാട്ടറിനകത്ത് സിൽറ്റി മെറ്റീരിയൽ, ഫൈൻ ആയിട്ടുള്ള മണ്ണ് അലിഞ്ഞു ചേരുന്നതല്ല, ഇതിനകത്ത് മണ്ണിൻ്റെ അംശമുള്ളതുകൊണ്ട് ഈ മണ്ണിനെ, സിൽറ്റ് എന്ന് പറയുന്ന ഈ മണ്ണിൻ്റെ ഒരു എക്സ്ട്രാ പ്രഷർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ അതും ഹൊറിസോണ്ടലിലാണ്, മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കും. ദെൻ എക്സ്പോസ്ഡ് സർഫസിൽ വിൻഡ് പ്രഷറും ആക്ട് ചെയ്യും. വിൻഡ് പ്രഷർ ഇത് ആക്ട് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ ആയിരിക്കാം. സോ ഡാം എന്ന് പറഞ്ഞാൽ അത് ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറാണ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വിൻഡ് ആക്ട് ചെയ്യുക. ഇവിടെ ഉണ്ടാവും. പിന്നെ വാട്ടറിൻ്റെ മുകളിൽ വരുന്ന ഈ പോർഷനിൽ, ആ പോർഷനിലും ആക്ട് ചെയ്യും. സോ എനിവേ വിൻഡ് പ്രഷർ ഈസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ അപ്പോൾ ഇത്രയാണ് ഒരു ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. ഇതിൽ സെൽഫ് വെയ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് ഒഴികെ
ബാക്കിയുള്ള എല്ലാ ഫോഴ്സുകളും ഈ ഡാമിനെ മറച്ചിടാൻ അല്ലെങ്കിൽ അതിനെ ഫെയിലാക്കാൻ ശ്രമിക്കുന്ന ലോഡുകളാണ്. ഈ ഡാമിൻ്റെ ഫെയിലിയറിന് കാരണമാവുന്ന ലോഡുകളാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 2 മുതൽ 8 വരെയുള്ള എല്ലാ ലോഡുകളും. അത് കൂടുതലാണെങ്കിൽ, ഈ ലോഡുകൾ ഏതെങ്കിലുമൊക്കെ കൂടുതലാണെങ്കിൽ ആ പർട്ടിക്കുലർ ഡാം ഫെയിലാവാൻ അല്ലെങ്കിൽ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ലോഡിൻ്റെ ഇഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെൽഫ് വെയ്റ്റ് ലോഡ്. ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ ഇറ്റ്സ് ഓൺ വെയ്റ്റ്, ആ വെയ്റ്റാണ് ഈ എല്ലാ ലോഡുകളെയും റെസിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടർ പ്രഷർ, ഈ വെള്ളത്തിൻ്റെ രണ്ടാമത്തെ ലോഡ് വാട്ടർ പ്രഷർ ഞാൻ പറഞ്ഞു, ഇത് ആക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, ഇതിനെ തള്ളി മറിച്ചിടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സെൽഫ് വെയ്റ്റ് കൂടുതലായതുകൊണ്ട് ഈ വാട്ടറിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിനെ തള്ളി മറിച്ചിടാനായിട്ട് കഴിയില്ല. സോ we have to design the dam in such a way that the self weight is so sufficient in order to resist the water pressure. അതുപോലെ എല്ലാ ഫോഴ്സുകളെയും റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻ ഫിക്സ് ചെയ്യുന്നത്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ടേൺ it gives the self weight or it provides the strength to the gravity dam. അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫെയിൽ ആവുന്നത്. ഫെയിലിയർ ഓഫ് എ ഗ്രാവിറ്റി ഡാം ആൻഡ് ദെയർ റെമഡിയൽ മെഷേഴ്സ്, അതാണ് ആ ഒരു സെക്ഷനാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡാം എങ്ങനെയൊക്കെ ഫെയിൽ ആവാം, മോഡ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ക്രൈറ്റീരിയ ഫോർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഓഫ് ഗ്രാവിറ്റി ഡാംസ്. So the various modes of failure are: first one, a gravity dam mainly fail in the following ways. First one, by overturning, or it is also called rotation about the top. ടോ എന്ന് പറഞ്ഞാൽ ഒരു ഡാം അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ദ വാട്ടർ സൈഡ്, സോ ദിസ് ഈസ് ദ ടോ. അപ്പോൾ ഈ ടോയിനെ ബേസ് ചെയ്തിട്ട് ഇത് ആസ് എ ഹോൾ ഓവർടേൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ ഫെയിൽ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ദെൻ ബൈ ക്രഷിങ്, ഈ ഡാം മെറ്റീരിയൽ വീക്കാണെന്നുണ്ടെങ്കിൽ അത് ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട്, load means due to the weight of the dam structure itself, then due to the horizontal pressure of the water, ഇത് രണ്ടും കൊണ്ടും ഇവിടെയുള്ള മെറ്റീരിയൽ ക്രഷ് ചെയ്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ തേർഡ് റീസൺ ഫോർ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല ടെൻഷൻ ക്യാരി ചെയ്യാനായിട്ട്. സോ ഡ്യൂ ടു ടെൻഷൻ ഡാം സ്ട്രക്ചർ മേ ഫെയിൽ. ഇവിടെ ടെൻഷൻ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അൾട്ടിമേറ്റ് ഫെയിലിയർ സംഭവിക്കുന്നത് ക്രഷിങ് കൊണ്ട് തന്നെയായിരിക്കും. ദെൻ ഫോർത്ത് റീസൺ ഫോർ ഫെയിലിയർ ഓഫ് എ ഗ്രാവിറ്റി ഡാം ഈസ് ബൈ ഷിയർ ഫെയിലിയർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ലൈഡിങ്. ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള സർഫസിന് ടാൻജൻഷ്യലായിട്ടുള്ള ഫോഴ്സിനെയാണ് പറയുന്നത്. സോ ദിസ് വാട്ടർ പ്രഷർ is acting in the horizontal direction and it is tangential to the surface of the bed level. അപ്പോൾ ഈ ബെഡ് ലെവലിനെ ബേസ് ചെയ്തിട്ട് ഈ ഡാം ആസ് എ ഹോൾ സ്ലൈഡ് ചെയ്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ലൈഡിങ് സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വി ഹാവ് ടു സേ ദ ഡാം ഈസ് ഫെയിൽഡ്. സോ അങ്ങനെ 4 റീസൺസാണ് പറയുന്നത് ഒരു ഡാം ഫെയിൽ ആവാനായിട്ട്. ഒന്ന് ബൈ ഓവർ ടേണിങ്, ദെൻ ബൈ ക്രഷിങ്, then by due to tension, then due to shear or sliding. അപ്പം ഇത് 4 ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ദ ഫെയിലിയർ മേ ഒക്കർ അറ്റ് ദ ഫൗണ്ടേഷൻ ലെവൽ ഓർ അറ്റ് എനി അതർ പ്ലെയിൻ അറ്റ് ഹയർ ലെവൽ. എവിടെ വേണമെങ്കിലും ഈ ഫെയിലിയർ സംഭവിക്കാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
സോ ഫസ്റ്റ് വൺ ഫെയിലിയർ ഓഫ് എ ഗ്രാവിറ്റി ഡാം ബൈ ഓവർ ടേണിങ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് യുവർ ഡാം സെക്ഷൻ, ദിസ് ഈസ് ദ ബേസ് ഓഫ് ദ ground level, that means base of the dam, and here there is water up to this level on the right hand side. On this side there is no water. Now there will be water pressure due to this action of the water which is in the horizontal direction. നമ്മളത് പറഞ്ഞു. ഈ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യാണ് ബേസിക്കലി ഈ ഒരു സ്ട്രക്ചറിനെ ഈ ഭാഗത്ത് നിന്ന് പുഷ് ചെയ്യാണ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇത് മറഞ്ഞ് ഈ ഭാഗത്തേക്ക് വീഴാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ഈ സൈഡിലേക്ക്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ബേസിക്കലി ഇതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. സെൽഫ് വെയിറ്റ് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? സെൽഫ് വെയിറ്റ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് വെയിറ്റ് താഴത്തേക്കാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. സെൽഫ് വെയിറ്റ്, ഓക്കെ, ഐ വിൽ മാർക്ക് ഹിയർ. സെൽഫ് വെയിറ്റ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫോഴ്സുകളുണ്ട്, നമ്മൾ വേറെ കുറേ ഫോഴ്സുകൾ പറഞ്ഞാണ്. പക്ഷെ മേജറായിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രഷർ ആയതുകൊണ്ട് അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഫോഴ്സുകളുടെ ഇഫക്റ്റ് ചെറുതാണ്. ഓക്കെ, നൗ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ആക്ട് ചെയ്യുക. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് സപ്പോസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ടോ പോയിൻറ്റ്. ഇഫ് ദ റിസൾട്ടൻ്റ് ഈസ് പാസിങ് ത്രൂ ദ ടോ പോയിൻറ്റ്, ടോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പോയിന്റിൽ കൂടെയാണ് ഈ രണ്ട് ഫോഴ്സിൻ്റെ കൂടെ റിസൾട്ടൻ്റ് ഫോഴ്സ് പാസ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഈസ് എ ടെൻഡൻസി വി ക്യാൻ സേ ദ ഡാം മേ ഫെയിൽ ബൈ ഓവർ ടേണിങ്. അതല്ല ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങനെയാണ് വരണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഓവർ ടേൺ. അതായത് ടോയുടെ മുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ ടോയുടെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ the dam will overturn and fail. On the other hand, ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ടോയുടെ അതായത് ഡാമിൻ്റെ ബേസിലേക്കാണ് ആക്ട് ചെയ്യണമെങ്കിൽ ദ ഡാം ഈസ് സേഫ്. ഇതിങ്ങനെ താഴത്തേക്കാണ് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് സെൽഫ് വെയിറ്റ് കമ്പോണൻറ്റ് ഷുഡ് ബി ഹയ്യർ. ഈ കമ്പോണൻറ്റ് കൂടുതലാണെങ്കിലാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് കൂടുതലായിട്ട് ഇത് ആരോ മാർക്ക് താഴത്തേക്ക് വരുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് കൂടുതലെങ്കിൽ ഇത് റിസൾട്ടൻ്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ആവാനാണ് ശ്രമിക്കുക. അപ്പോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ ഓവർ ടേണിങ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇൻ എ ഗ്രാവിറ്റി ഡാം ഷുഡ് ഇഫ് ഇറ്റ് ഇസ് പാസിങ് ത്രൂ ദ ടോ പോയിൻറ്റ് ദെൻ ദ ഡാം വിൽ ഫെയിൽ ബൈ ഓവർ ടേണിങ്. And if it is passing above the top point, then also the dam will fail. If the resultant force is passing within the base width of the dam will be safe. Clear? ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. പ്രാക്ടിക്കലി സച്ച് എ ഓവർ ടേണിങ് കണ്ടീഷൻ ഷാൽ നോട്ട് അറൈസ്. അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് കാരണം ആസ് ദ ഡാം വിൽ ഫെയിൽ മച്ച് എർലിയർ ബൈ കംപ്രഷൻ. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ അത് കംപ്രഷനിൽ ഈ ഡാം ഫെയിൽ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓവർ ടേണിങ് ഫെയിലിയർ ആണ് ക്രൈറ്റീരിയ എന്നുണ്ടെങ്കിൽ ഒരു ഡാമിന് അത് ഓവർ ടേൺ ചെയ്യണേക്കാൾ മുന്നേ തന്നെ കംപ്രഷനിൽ അത് ഫെയിൽ ആയിട്ടുണ്ടാവും. കംപ്രഷൻ മീൻസ് ക്രഷിങ്ങിൽ ഫെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ദ റേഷ്യോ ഓഫ് ദ റൈറ്റിംഗ് മൊമെൻറ്റ്സ് എബൌട്ട് ടോ ടു ദ ഓവർ ടേണിങ് മൊമെൻറ്റ് എബൌട്ട് ദ ടോ ഈസ് കോൾഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിങ്. സപ്പോസ് somebody ask you what is meant by factor of safety against overturning. It is equal to, this factor of safety is equal to the ratio of righting moment to the overturning moment. റൈറ്റിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാമിനെ സൈഡിലേക്ക് ചെരിയാതെ ഓവർടേൺ ചെയ്യാതെ നേരെയാക്കി നിർത്തുന്ന മൊമെൻറ്റ്. ഈ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗ്രാവിറ്റി ഫോഴ്സ്, നമ്മുടെ സെൽഫ് വെയ്റ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ സെൽഫ് വെയ്റ്റ് ഫോഴ്സ്, ദ മൊമെൻറ്റ് ഡ്യൂ ടു സെൽഫ് വെയ്റ്റ്. ഇനി ഓവർടേണിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാമിനെ ഓവർടേൺ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻറ്റ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വാട്ടർ പ്രഷറാണ്. വാട്ടർ പ്രഷർ ഹൊറിസോണ്ടൽ ഫോഴ്സ് അതുകൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ്, അതിനെയാണ് ഓവർ ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊമെൻറ്റുകളുടെ റേഷ്യോ അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1ൽ കൂടുതലാണെങ്കിൽ വി ക്യാൻ സേ ഡാം ഈസ് സേഫ് എഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ്. 1ൽ കൂടുതലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൽഫേറ്റ് കമ്പോണൻറ്റ്, സെൽഫേറ്റിൻ്റെ ഇഫക്റ്റ് കൂടുതൽ. സാധാരണഗതിയിൽ നമ്മളൊരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ ഓവർ ടേണിങ്ങിനെതിരെയുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി ജനറലി വി കെപ്റ്റ് ബിറ്റ്വീൻ 2 and 3, ഒരു ഹയർ വാല്യൂ. 1ന് മുകളിൽ വന്നാൽ സേഫ് ആണെങ്കിൽ കൂടി നമ്മൾ 1ൽ വളരെ കൂടുതലായിട്ടുള്ള 2 മുതൽ 3 വരെ എടുക്കാറുണ്ട്. ചില കേസിൽ 1.5 ആണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എനിവേ 1.5ന് താഴെ വാല്യൂസ് കൺസിഡർ ചെയ്യാറില്ല. എബോവ് 1.5 ജനറൽ വാല്യൂ ഈസ് ബിറ്റ്വീൻ 2 and 3. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫെയിലിയർ നമ്മൾ പറയുന്നത് ഫെയിലിയർ ഓഫ് എ ഡാം ഡ്യൂ ടു കംപ്രഷൻ ഓർ ക്രഷിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഡാമിൻ്റെ മെറ്റീരിയൽ കൂടുതൽ സ്ട്രെസ് വന്നിട്ട് പൊടിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് വരുന്നത്, പൊട്ടിപ്പോകുന്നത്, ക്രഷ് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഡാം. ഇതിനകത്ത് ലോഡ് കൂടിയിട്ട് കംപ്രസീവ് ലോഡാണ് ഇതിനകത്ത് വരുന്നത്. കംപ്രസീവ് ലോഡ് കൂടിയിട്ട് ഇവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാവരും പൊട്ടിപ്പോവുക, പൊടിഞ്ഞു പോവുക. ഇവിടെ പറയുന്നത് ഡാം മേ ഫെയിൽ ബൈ ദ ഫെയിലിയർ ഓഫ് ഇറ്റ്സ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ദ കംപ്രസീവ് സ്ട്രെസ്സസ് പ്രൊഡ്യൂസ്ഡ് മേ എക്സീഡ് ദ അലവബിൾ സ്ട്രെസ്സസ്. ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ഒരു അലവബിൾ സ്ട്രെസ് ഉണ്ടാവും, അതിനേക്കാളും കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് വരിക. ആ സമയത്താണ് ആൻഡ് ദ ഡാം മെറ്റീരിയൽ മേ ഗെറ്റ് ക്രഷ്ഡ്. ദ വെർട്ടിക്കൽ ഡയറക്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ബേസ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമ്മളിതിനകത്ത് വരുന്ന സ്ട്രെസ് എത്രയാണെന്നുള്ളത് ആദ്യം നോക്കണം, എന്നാലാണ് നമുക്ക് അലവബിൾ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ വരുന്ന സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, മനസ്സിലാക്കുക. ഇതിനകത്ത് വാട്ടർ വരുന്നത് ഈ സൈഡാണ്, വെള്ളം വരുന്നത്, വെള്ളത്തിൻ്റെ സൈഡ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരിക്കുക ഈ ഏറ്റവും അടിഭാഗത്തായിരിക്കും, ഏറ്റവും ബോട്ടത്തിലുള്ള മെറ്റീരിയലിലായിരിക്കും. അവിടെ ഇത് നിങ്ങളുടെ ഹൊറിസോണ്ടൽ ലോഡിൻ്റെ ടോട്ടൽ സമ്മാണ്. ഹൊറിസോണ്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രഷറാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ബാക്കി എന്തെങ്കിലും ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ലോഡാണ് ഈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്, സിഗ്മ എച്ച് എന്ന് കാണിച്ചിരിക്കുന്നത്. സിഗ്മ വി എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടിക്കൽ ലോഡുകളും കൂടി സം ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റാണ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത റിസൾട്ടൻ്റ്. 6 എന്നാണ് റിസൾട്ടൻറ്റിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും അടിഭാഗത്താണ് സ്ട്രെസ് കൂടുതലെന്ന് പറഞ്ഞു. ആ സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ താഴെ കാണുന്ന ഇങ്ങനെയുള്ള ഷേപ്പിലായിരിക്കാം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ റിസൾട്ടൻ്റ് ഏതിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കുറച്ച് വൈഡായിട്ടാണ് പോകുന്നതെങ്കിൽ ഇതായിരിക്കും സ്ട്രെസ് ഡയഗ്രാം, അല്ല കുറച്ചുകൂടി സെൻറ്ററിലേക്ക് അടുത്തിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഡയഗ്രാം. എനിവേ ഈ രണ്ടും ആണെങ്കിലും നമുക്ക് സ്ട്രെസ് ഡയഗ്രത്തിൽ ഈ എൻഡിലാണ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വരുന്നത്. അത് പി മാക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് കേസിലും. ഇനിയിപ്പോൾ ഈ സൈഡിലാണ് മിനിമം കംപ്രസീവ് സ്ട്രെസ് വരുന്നത്, അപ്പോൾ പി മിനിമം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനത്തെ ഡയഗ്രാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പി മിനിമം അതിൻ്റെ സൈൻ മാറിയിട്ട് സൈൻ റിവേഴ്സ് ആവും. അപ്പോൾ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ആണ് ഇവിടെ സംഭവിക്കുന്നത്, ടെൻഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ പി മാക്സിനും പി മിനിമത്തിനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. പി മാക്സ് അല്ലെങ്കിൽ പി മിനിമം എന്ന് പറഞ്ഞാൽ സിഗ്മ ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ബി. ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വിഡ്ത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ വിഡ്ത്ത് അറ്റ് ദ ബേസ്, ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ്. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നാണ് വരുന്നത്. പ്ലസ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് അത് പി മാക്സ് കിട്ടും, മൈനസ് എടുത്ത് ചെയ്യുമ്പോൾ പി മിനിമം കിട്ടും. പ്ലസ് ഓർ മൈനസ് 6E ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഇസ് ദ, ഇവിടെ സ്മോൾ ലെറ്റർ ഇ ആണ്, സോറി, എക്സെൻട്രിസിറ്റി ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ബേസ്. ബി എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചു തരാം. സെൻറ്റർ ഓഫ് ദ ബേസിൻ്റെ സെൻറ്റർ B/2. ഈ B/2 ഡിസ്റ്റൻസിൽ നിന്ന് റിസൾട്ടൻറ്റിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എക്സെൻട്രിസിറ്റി അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി മാക്സും കിട്ടും, പി മിനിമവും കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഈസി ആയിട്ട്
അലൗബിൾ പി മാക്സ് എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ട് അത് ഈ ഡാം മെറ്റീരിയലിൻ്റെ അലൗബിൾ സ്ട്രെസ്സിനേക്കാളും കൂടുന്നുണ്ടോ എന്ന് നോക്കുക. കൂടുന്നുണ്ടെങ്കിൽ ദ ഡാം വിൽ ഫെയിൽ ബൈ ക്രഷിങ് എന്നാണ് മീനിങ്. കുറവാണെങ്കിൽ സേഫ് ആണെന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ടെൻഷൻ, ഫെയിലിയർ ബൈ ടെൻഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെയാണ്. അതായത് ഇതിനകത്ത് പ്ലസ് ഓർ മൈനസിൽ മൈനസ് എടുക്കുക. അപ്പോൾ പി മിനിമത്തിൻ്റെ വാല്യൂ സിഗ്മ ബി ഡിവൈഡ് ബൈ ബി ഇൻറ്റു 1 മൈനസ് 6E ബൈ ബി. ഈ കിട്ടുന്ന വാല്യൂ ഈ റെസ്പെക്റ്റീവ് മെറ്റീരിയലിൻ്റെ അലൗബിൾ സ്ട്രെസ് ഇൻ ടെൻഷനേക്കാളും കൂടുതലാണെങ്കിൽ ദ ഡാം വിൽ ഫെയിൽ ബൈ ടെൻഷൻ in the material. Masonry and concrete gravity dams are usually designed in such a way that no tension is developed anywhere because these materials cannot withstand sustained tensile stress. അപ്പോൾ കോൺക്രീറ്റും മേസൺറിയും മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. നോ ടെൻഷൻ ഷുഡ് അലോ. ഇഫ് സബ്ജക്റ്റഡ് ടു സച്ച് സ്ട്രെസ്സസ് ദീസ് മെറ്റീരിയൽസ് മേ ഫൈനലി ക്രാക്ക്. ടെൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നത് തന്നെ. ഹൗവർ ഫോർ അച്ചീവിങ് എക്കണോമി ഇൻ ഡിസൈൻസ് ഓഫ് വെരി ഹൈ ഗ്രാവിറ്റി ഡാംസ് certain amount of tension may be permitted under severest loading condition. This may be permitted because of the fact that such worst loading conditions shall occur only once for a little time and would neither last long nor occur frequently. എപ്പോഴും വരില്ല എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള മാക്സിമം ലോഡ്. ഓക്കെ. അപ്പോൾ സീറോ ടെൻഷൻ ആണ് പെർമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി മിനിമത്തിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. പി മിനിമം നമുക്ക് ആ ഇക്വേഷൻ ഉണ്ട്, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദിസ് വാല്യൂ പി മിനിമം ഇസ് ഈക്വൽ ടു 0. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സിഗ്മ വി ബൈ ബി അത് എന്തായാലും 0 ആവും. സോ 1 മൈനസ് 6E ബൈ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് E ഈസ് ഈക്വൽ ടു ബി ബൈ 6 എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി ബേസ് വിഡ്ത്തിൻ്റെ ബൈ 6 ടൈംസ് ആണ് മാക്സിമം പെർമിറ്റഡ് വാല്യൂ. ഹെൻസ് maximum value of eccentricity that can be permitted on either side of center line is equal to b by 6, which leads to the famous statement എന്താണ്, the resultant must lie within the middle third portion of the dam. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. നമ്മളൊരു ഡാമിനകത്ത് ടെൻഷൻ ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇതാണ് the resultant must lie within the middle third portion of the dam. എന്താണ് വേണ്ടത്? നമുക്കിവിടെ ഡാം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സി ജി ഉണ്ടല്ലോ, ബേസിൻ്റെ മിഡിൽ പോയിൻറ്റ്. ഇവിടെ നിന്ന് 1/3 ഡിസ്റ്റൻസ് ടോട്ടൽ എടുക്കാം. അതായത് ടോട്ടൽ ബി ആണെങ്കിൽ ബി ബൈ 6 ഇത് ഇവിടെ, ബി ബൈ 6 ഇവിടെ, ടോട്ടലി ബി ബൈ 3 ഡിസ്റ്റൻസ് എടുത്തു. ബി ബൈ 3 കിട്ടുന്നത് ബി ബൈ 6 പ്ലസ് ബി ബൈ 6, ബി ബൈ 3 ഡിസ്റ്റൻസ് എടുത്തു. ഈ ഡിസ്റ്റൻസിനകത്തിക്കൂടെ ആയിരിക്കണം നമ്മുടെ റിസൾട്ടൻ്റ് പാസ് ചെയ്യേണ്ടത്. ഇവിടെ വെള്ളം കൂടിയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് പാസ് ചെയ്യേണ്ടത് ഇതിനകത്തിക്കൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യില്ല. ഇതിന് പുറത്തേക്കൂടെ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഡാം ഡിസൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഇത് ഓർത്ത് വയ്ക്കുക. അതായത് റിസൾട്ടൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെയും വെർട്ടിക്കൽ ഫോഴ്സിൻ്റെയും സിഗ്മ എച്ചിൻ്റെയും സിഗ്മ വിയുടെയും റിസൾട്ടൻ്റ് R. ഇത് R ഷുഡ് പാസ് വിത്തിൻ ദ മിഡിൽ തേർഡ് പോർഷൻ ഓഫ് ദ ഡാം ബേസ്. നെക്സ്റ്റ്, ഫെയിലിയർ ഡ്യൂ ടു സ്ലൈഡിങ് ഉണ്ടാവുന്നത് ഷിയർ കൊണ്ടാണ്. ഇതിനകത്ത് ഡാം ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുകയാണ് ചെയ്യുക ഡ്യൂ ടു ദ ഹൊറിസോണ്ടൽ ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ സിഗ്മ എച്ച്. അപ്പോൾ ഈ പ്ലെയിനിൽ വെച്ചിട്ട്
ഡാം സ്ലൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്ലൈഡിംഗ് ഓർ ഷിയർ ഫെയിലിയർ വിൽ ഒക്കർ വെൻ ദ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എബവ് എനി പ്ലെയിൻ ദാറ്റ് ഇസ് സിഗ്മ എച്ച് ഇൻ ദ ഡാം ഓർ അറ്റ് ദ ബേസ് ഓഫ് ദ ഡാം എക്സീഡ്സ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് അറ്റ് ദാറ്റ് ലെവൽ. ഇതെപ്പോഴാണ് സംഭവിക്കുക? ഈ ഫോഴ്സ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനേക്കാളും കൂടിക്കഴിയുമ്പോൾ. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഇസ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എഗെയിൻസ്റ്റ് sliding. This will frictional resistance will act in the opposite direction. The friction developed between the two surfaces is equal to mu into sigma v. ഇതാണ് ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഇസ് ദ ഫ്രിക്ഷൻ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ടു സർഫസ്. ഇത് കൂടുതലായിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ലോഡിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. mu is the coefficient of friction. Mu is the coefficient of friction. Actually this quantity should be greater than the horizontal load. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ എച്ച് sigma h should be less than mu times sigma v, or in other words the ratio mu times sigma v divided by sigma h should be greater than 1 for safety. സേഫ് ആവണമെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ 1-ൽ കൂടുതലായിരിക്കണം. ആക്ച്വലി ദിസ് റേഷ്യോ ഇസ് കോൾഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗെയിൻസ്റ്റ് സ്ലൈഡിങ്. And this factor of safety must be greater than unity. Normally its value adopted in the design is equal to greater than or equal to 1.5. minimum 1.5 എങ്കിലും ഉണ്ടായിരിക്കണം ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ഫെയിലിയർ മോഡ്സ് അല്ലെങ്കിൽ പോസിബിൾ ഫെയിലിയർ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. 4 കേസുകളാണ്, ഫെയിൽ ചെയ്യാൻ സാധ്യതയുള്ള 4 കേസുകളാണ് ഡിസ്കസ് ചെയ്തത്. ബൈ ഓവർ ടേണിംഗ്, ബൈ ക്രഷിംഗ് ഓഫ് ദ മെറ്റീരിയൽ, ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് ടെൻഷൻ ഇൻ ദ മെറ്റീരിയൽ, ബൈ ഷിയർ ഫെയിലിയർ. നെക്സ്റ്റ് വി വിൽ ജസ്റ്റ് സീ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ അഗൈൻസ്റ്റ് ഫെയിലിയർ. അപ്പോൾ നമ്മൾ റീസൺസ് കണ്ടു. അപ്പോൾ അത് ആ റീസൺ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ്, ടു പ്രിവെൻറ്റ് ദ ഓവർ ടേണിംഗ്, നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഡാം ഷുഡ് റിമെയിൻ വിതിൻ ദ മിഡിൽ തേർഡ് ഓഫ് ദ ബേസ് വിഡ്ത്ത് ഓഫ് ദ ഡാം. റിസൾട്ടൻ്റ് മിഡിൽ തേർഡിൽ വരികയാണെങ്കിൽ ഓവർ ടേണിംഗ് ഉണ്ടാവില്ല. അതുപോലെ സ്ലൈഡിങ് ഫോഴ്സ് ലെസ് ആണെന്നുണ്ടെങ്കിൽ ഫെയിലിയർ അഗൈൻസ്റ്റ് സ്ലൈഡിങ് വിൽ നോട്ട് ഹാപ്പൻ. ദ കംപ്രസീവ് സ്ട്രെസ്സസ് ഓഫ് കോൺക്രീറ്റ് ഓർ മേസണറി ഷുഡ് നോട്ട് എക്സീഡ് ദ പെർമിസിബിൾ വർക്കിംഗ് സ്ട്രെസ് or allowable stress of the material to avoid failure due to crushing. Then there should not be no tension in the dam section to avoid the formation of cracks. Then the factor of safety should be maintained as per Indian standard codal provisions. ഇവിടെ 4 and 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. Actually this is not correct. Factor of safety against overturning you have to maintain 2 to 3, whereas factor of safety against sliding is it should be greater than 1.5. So these are the various precautions to be taken against failure. With this this class is concluded. Next class we will study about elementary profile of a gravity dam, and the practical profile also will discuss.